നമ്മളെ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനുള്ള പുറപ്പാടിലേട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. വയനാട് അത്രയും ദുരന്തമൊക്കെ കഴിഞ്ഞതിൽ ആഘോഷങ്ങളായിട്ടൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട കേസാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ആഘോഷങ്ങളായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇതേമാതിരി ആദ്യത്തെ സ്വാതന്ത്ര്യം വന്നപ്പോൾ ഇതേമാതിരി എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാനാണ് മിഠായിയും പതാകയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ഇതേപോലെ തന്നെ മിഠായിയും കൊടുത്തു, പതാകയും കൊടുത്തിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വീടിൻ്റെ വഴി കൂടിയൊക്കെ പോണ കുട്ടികൾക്കും പിന്നെ ഒരു ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ട് വലിയവർക്കും മിഠായും കൊടുത്ത് ചെറിയവർക്കൊക്കെ പതാകയും മിഠായും കൂടി ആയിട്ടാണ് കൊടുത്തതാണ്. എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് തന്നെ സ്കൂളിലേക്ക് പോകണ മെയിൻ വഴിയാട്ടാണ്. ഈ ഭാഗത്ത് കൂടിയാണ് കൂടുതലായിട്ടും കുട്ടികളൊക്കെ പോക്ക് സ്കൂളിലേക്ക്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നു പോയി. കുറേ കുട്ടികൾക്ക് കൊടുത്തു, കുറേ കുട്ടികൾക്ക് മിഠായി മാത്രം കൊടുത്തു, ചില കുട്ടികൾക്ക് പതാക വേണ്ടായിരുന്നു അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിനി നമ്മൾ 1-2 സ്ഥലത്ത് വേറെ 1-2 പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം മുന്നേ ഇതേമാതിരി വരുന്ന വഴിക്ക് നമ്മളെ താഴെയുള്ള കുട്ടികൾക്ക് അവിടെ ഏട്ടന്മാരുണ്ട്. ഏട്ടന്മാർക്ക് പോയിട്ട് ആദ്യം മിഠായി കൊണ്ട് കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വണ്ടി മെഷീൻ ഒട്ടിക്കാൻ പതാക ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ രാവിലെ തന്നെ വണ്ടി തണുത്തക്കുന്നതുകൊണ്ട് വണ്ടി ഒട്ടിക്കാൻ നോക്കുമ്പോൾ പതാക ഒട്ടിച്ചിട്ടൊന്നും ഒട്ടുന്നില്ല കേട്ടോ. കാരണം അത് ടേപ്പൊന്നും ഗമ്മ് പിടിക്കണില്ല, ഗ്ലാസ്സൊക്കെ മഞ്ഞ് പിടിച്ചിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊരു എയർ ഫ്രഷനായിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കുത്തി തേച്ച് കണ്ട് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പതാക ഒട്ടിക്കൽ വണ്ടിപ്പോൾ പതാക ഒട്ടിക്കൽ കഴിഞ്ഞിട്ടോ. അങ്ങനെ ആദ്യമോനിത് അവിടെ സെറ്റായിട്ട് ഇനി അടുത്ത ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. ഇനി കൊടുക്കാനുള്ള ആരെങ്കിലൊക്കെ വരും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ മിഠായും പതാകയും കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അവനെ നടക്കട്ടായിട്ട് കയ്യിലും പിടിച്ചുകൊണ്ട് കുറേ നേരം കൈ പിടിച്ചാൽ നടക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ കുറേ ഞാൻ ആൾ ഫ്രഷായി വന്ന് പിന്നെ എന്താ വെച്ചാൽ ഓൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ഞങ്ങളൊരിത് വാങ്ങിയിട്ട് പുതിയ കുർത്തിയും കാര്യങ്ങളൊക്കെ അവന് വാങ്ങിയിട്ട് ആദ്യമോന് അതിട്ടിട്ട് കഴിഞ്ഞ് പിന്നെ എന്താ വെച്ചാൽ അമ്മൻ്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മയും പോയിട്ടോ. അമ്മന്ന് അവിടെ പഞ്ചായത്തിൽ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവിടെ പതാകൃത്തലൊക്കെ ഉണ്ടെന്നുണ്ട് നല്ല വെള്ളം എല്ലാവരോടും സെറ്റ് സാരിയൊക്കെ ഇട്ട് വരുന്നത് പറഞ്ഞിട്ട് അമ്മ പോയിട്ടോ. അത് കഴിഞ്ഞ് വന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഞങ്ങളെ LP സ്കൂളിൽ ഞാനൊക്കെ പഠിച്ച LP സ്കൂളാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ പഠിച്ച് ജനിച്ചു വളർന്ന് ഞങ്ങളെ സ്കൂൾ സ്വന്തം LP സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ പതാക ഉയർത്തൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഗാന്ധിജിൻ്റെ ടീംസ് മൊത്തം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം മാഷ് ഫോട്ടോ എടുത്താണ് കേട്ടത്. അങ്ങനെ എടുത്തപ്പോൾ എല്ലാവരും ഉണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര സെറ്റ് കേട്ടോ. ഓരോ പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളും ഓരോരോ ഫ്ലാഗ്സും ഒക്കെ ഓരോ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുക നമ്മൾ പഴയ കാലത്ത് നമ്മളെ ഗാലക്സി ക്ലബ്ബാണ് ഞാനടക്കം ഉൾക്കൊള്ളുന്ന ഒരു ക്ലബ്ബായിരുന്നു. ഇപ്പം ഞാൻ ക്ലബ്ബിലില്ല. ഞാൻ പോകാൻ നേരം കിട്ടാത്തൊരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അവരവിടെ വെള്ളവും കാര്യങ്ങളും മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലബ്ബിലുള്ള ആളുകൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് കുട്ടികൾക്ക് മാത്രമല്ല റോട്ടിൽ കൂടി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും ഒരു കുറവും വരുത്തിയില്ല കേട്ടോ. ക്ലബ്ബ് പഴയ കാലം തൊട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നിൽ തന്നെയാണ്. ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്തുകൊണ്ട് ക്ലബ്ബാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. അതിന് നമ്മൾ പിന്നെ ശ്രീകൃഷ്ണൻ്റെ ആയിക്കോട്ടെ അതിനും ആ ക്ലബിൻ്റെ കീഴിൽ നമ്മളെ ഘോഷയാത്രയ്ക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും അവർ നല്ല സജീവമായിട്ട് എല്ലാത്തിനും ഉഷാറായിട്ട് നിൽക്കുന്ന ടീമായിട്ട് അവർ. നമ്മളൊക്കെ പറഞ്ഞാൽ നിച്ചം വെച്ച കാണുന്ന ക്ലബ്ബാണ്. കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉണ്ടായ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ചിന്തിച്ച പോലെ അത്യാവശ്യം വർഷം പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റോട്ടുമ്പിൽ നമ്മളെ കുട്ടികളെ ഘോഷയാത്ര അവരിതുമാതിരി ഷാക്കിർ മാഷ് കീഴിൽ സ്കൗട്ടും കാര്യങ്ങളും പിന്നെ അതേമാതിരി ഈ കരാട്ടൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഷാക്കിർ മാഷ്. ആൾ നല്ല ഉഷാറാണ്. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അവരെ സ്കൗട്ടിൻ്റെ ഇതിലുള്ള ഷാക്കിർ മാഷാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ സ്കൂളിൻ്റെ ജംഗ്ഷനിൽ പോയിട്ട് കുട്ടികളൊക്കെ കൂടി അവിടെ പോയിട്ട് ചുറ്റി വന്നുകൊണ്ട് പിന്നെ സ്കൂളിലേക്ക് കയറുക. അങ്ങനെയിട്ട് അവിടെ സാധാരണ കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് നടന്നു വരാറ്. കൂടുതലായിട്ട് കുട്ടികളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനോ ഒന്നിനും പോകില്ല. ചെറിയ കുരുന്ന മക്കളെല്ലാവരും വെച്ച് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ അങ്കലവാടിയിലെത്തിയപ്പോൾ വേണോട്ടുണ്ട് കേട്ടോ. പതാക ഉയർത്താൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാലയും കാര്യങ്ങളും അങ്ങനെ ടീച്ചർ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് തെച്ചിപ്പോക്കെ കൊണ്ടുവന്ന് അതിനുള്ളിൽ വെച്ചും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കൊടിയും തോരണങ്ങളൊക്കെ അതിനുള്ളിലൊക്കെ ഏതാണ്ട് ലാസ്റ്റ് ഞാനും അവിടെയുള്ള കുട്ടികളൊക്കെ കൂടി കുറേയൊക്കെ ഞങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ എനിക്കെല്ലാം കഴിഞ്ഞ് സെറ്റായി നേരെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മെമ്പർ വന്നു പതാക ഉയർത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് ചെയ്തിട്ടോ. പതാക ഉയർത്തൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ എല്ലാവർക്കും കുട്ടികൾക്കും അവിടെയുള്ള വന്നു കൂടി എല്ലാവർക്കും മിഠായും കൊടുത്തു. കുട്ടികൾക്കൊക്കെ നമുക്ക് പതാകയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഒരാൾക്കും നമ്മൾ മിഠായി കൊടുക്കാതിരുന്നില്ല. എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഉൾക്കൊണ്ട് നമ്മൾ മിഠായി കൊടുത്തിട്ട് അവിടെ ഒരാൾക്കും കൊടുക്കാതിരുന്നിട്ടില്ല.
പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ അംഗനവാടിയിലാകുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ഐറ്റംസ് കേക്കോ കാര്യങ്ങളോ ഒന്നും കുട്ടികൾക്കൊന്നും എങ്ങനെ പറ്റുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കേക്കൊന്നും കൊണ്ടുവരായിരുന്നു കേട്ടോ. അവിടെ വന്ന കുട്ടികൾക്കും ഉമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും കൊടുത്തിട്ട് ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. പിന്നെന്താ വെച്ചാൽ നമുക്ക് അവിടെ ഇനിയിപ്പോൾ ഒരുപാട് സമയം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ പായസമൊക്കെ ആയിട്ട് വേണം കുട്ടികൾക്ക് എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തിട്ട് വേണം ഇനി അവിടുന്ന് പോരാൻ കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ഞാൻ പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ കുട്ടികളെടുത്ത് അവർ വീട്ടിൽ നിന്ന് സ്വയം ഉണ്ടാക്കിയ കൊടികൾ വരെ നമ്മുടെ ദേശീയ പതാകൻ്റെ ചെറിയ ടൈപ്പ് രൂപത്തിൽ അവരുണ്ടാക്കിയത് വരെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ഈ സ്വന്തം ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം പഴയ കാലത്ത് കണ്ടിരുന്നില്ല. സ്കൂളിൽ പതാക നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന പതാകയ്ക്ക് ഒരു വാല്യൂ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് ആദ്യം തന്നെ ഞങ്ങളോ അവനിട്ട് കണ്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ ഓൻ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ. കാരണം ഞങ്ങളങ്ങനെ പോകാനൊന്നും മുന്നിൽ, കാരണം അംഗനവാടിയിൽ നിന്ന് ആകെ 12 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള പായസം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അംഗനവാടി പൂട്ടി കണ്ട് ഒരു കൂട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അവനെന്ത് ചെയ്തു, ഇന്നിപ്പോൾ അമ്മൂന് ക്ലാസ്സിന് ഇവിടെ പോകാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പം നിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള 100% ഉറപ്പാണ്. കാരണം അത്രയും നേരം ഓനെന്തായാലും ഓളക്കിപ്പോൾ വരൻ്റെ ഒപ്പം നിൽക്കില്ല. കാരണം 10 മണിയാകുമ്പോഴേക്കും നോക്കും പോകണം. പിന്നെ 12 മണി വരെ അംഗനവാടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കാണെങ്കിൽ കോറിയിലും പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് അവനെന്ന് ഞാനാണ് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അംഗനവാടിയിൽ എല്ലാവർക്കും ഞാൻ മിഠായിയൊക്കെ കൊടുത്തു, സെറ്റായി. ഇനി അവിടെ പായസം സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഷേച്ചി പായസം ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പായസം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചണിലാണ് ഷേച്ചിയുള്ളത്. ആദ്യം എൻ്റെ എല്ലാവരും അവിടെ അംഗനവാടിയിലുള്ള ആളാട്ടോ. എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടായിട്ടോ. അവർ കുട്ടികളൊക്കെ നോക്കാനും എല്ലാത്തിനും നല്ല ഉഷാറാണ് കേട്ടോ. അവർ ഒരു ഇതുമില്ല. നമ്മളിപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഞാൻ വാങ്ങിയത് നമ്മൾ ക്ലോത്തിൻ്റെ ഇതേനു കേട്ടോ. പതാകയായിരുന്നു വാങ്ങിയത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇതാകുമ്പോൾ പേപ്പർ ആകുമ്പോൾ അത് കുറേ കുട്ടികൾ വായിലിട്ടിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളും അതും ഇതൊക്കെ ആവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ നമ്മുടെ ക്ലോത്ത് ടൈപ്പ് പതാക വാങ്ങിയിട്ടാണ്. അതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും വാങ്ങി കൊടുത്തു, എല്ലാവർക്കും കൊടുത്തുട്ടോ കയ്യിൽ. അങ്ങനെ സെറ്റായി. നമ്മുടെ ടീംസാണ് ആദിമോൻ്റെ ചങ്ങായിമാരും എല്ലാവരും ഉള്ളത്. അത് നേരെ അപ്പുറത്ത് നിൽക്കുന്ന നമ്പിശേട്ടനാണ്, നമ്മുടെ അംഗനവാടിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണറാട്ടത്. മൂപ്പര് പറമ്പിലാണ് ഇപ്പോൾ അംഗനവാടി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതിലിടയ്ക്ക് നമ്മുടെ താഴത്തെ വീട്ടിലത്തെ ഒരു കുട്ടി വന്നു. ആ കുട്ടി അംഗനവാടിയിൽ അങ്ങനെ ഇരിക്കലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര കച്ചറയാണ് കേട്ടോ. അതിലിടയ്ക്ക് വേണോട്ടിന് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് വാക്കുകൾ സംസാരിച്ചു. അതിലിടയ്ക്ക് മീനാക്ഷി ടീച്ചറാണ് നിൽക്കുന്നത്, രണ്ടാമത് നിൽക്കുന്ന ആൾ മീനാക്ഷി ടീച്ചറാണ്. മീനാക്ഷി ടീച്ചർ ഒരുപാട് വാക്കുകളൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അവതരിപ്പിച്ച് കൊടുത്തിട്ടോ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ അവിടെ ഇരിക്കാനല്ല, നമുക്ക് ഒരു പ്രസംഗിക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതിലിടയ്ക്ക് നമ്പിശേട്ടൻ വന്നിട്ട് നമ്പിശേട്ടനും കുട്ടികളോട് കുരുന്നുകൾക്കൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകളൊക്കെ പറഞ്ഞ് എല്ലാവരും സ്വന്തം മൂപ്പരും ദേവനെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, ഞാൻ കൊണ്ട് അറിയണം. അവർ പറഞ്ഞു തന്നിട്ട് മൂപ്പരും കാരണം എല്ലാവർക്കും ആശംസകളൊക്കെ നേർന്നുകൊണ്ട് മൂപ്പരും സംസാരിച്ച് നിർത്തിയിട്ടോ. പിന്നുള്ളത് നമ്മുടെ പിന്നെ കുട്ടികൾക്കൊക്കെ തന്നെ കുറേ നേരം വൈകുന്നിടത്തോളം ഇവർ എല്ലാവരും ഉമ്മമാരൊക്കെ ഉണ്ടായതുകൊണ്ട് കരച്ചിലോ കച്ചറകളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാ കുട്ടികളും കൂടെ ഉമ്മമാർ വന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കാതെ നമ്മുടെ പായസം, ചൂട് പായസം, സേമിയ പായസം സെറ്റായിട്ട് ചൂട് സേമിയ പായസം കൂട്ടുന്നു. അങ്ങനെ അത് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ആക്കി. ഇരുമ്പിൻ്റെ ഗ്ലാസ്സും ഉണ്ട് അവിടെ, സ്റ്റീൽ ഗ്ലാസ്സും ഉണ്ട് അവിടെ, കുപ്പി ഗ്ലാസ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് അവിടെ കൊടുക്കൽ. അതിൽ ചൂടാറ്റി വിഷയിച്ച് അവിടെ നിന്ന് ചൂടാറ്റി വെള്ളത്തിലൊക്കെ വെച്ച് ചൂടാറ്റി കൊഴുന്നതിൻ്റെ ശേഷം മാത്രമായിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തത്. വലിയവർക്കൊക്കെ ഉള്ളത് നമ്മളെ കുപ്പി ഗ്ലാസ്സിൽ തന്നെ ആയിട്ട് കൊടുത്തത്. ഞാനടക്കം കുടിച്ചിട്ടോ. അങ്ങനെ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് നമ്മൾ പതാക ഒറ്റയ്ക്കായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇനി എന്താ വെച്ചാൽ ജോലിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ അംഗനവാടിയിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി പോകുന്നു കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ്. ഞാനും അതിമോനും കൂടി ഇപ്പോൾ ഞങ്ങളിതാ വണ്ടിയിൽ കയറി പോകുന്നു കേട്ടോ. വീട്ടിലേക്ക് പോകണം. ഇനി വീട്ടിൽ പോയിട്ട് വേണം ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വേണം എനിക്കും പണിക്ക് പോകാണ്ട് വൈഫിനും പോകാണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞങ്ങളവിടെ നിന്ന് പോകുന്നുട്ടോ. വീട്ടിൽ പോകുന്നു. ഞാനിതാ കോറിയിലേക്ക് കോറിയിലെത്തിയപ്പോൾ കോറിയിലെത്തിയപ്പോൾ കോറിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് മജീദാക്കൻ്റെ കൂടെ കുറേ ഇരുന്ന് മജീദാക്കനെ കുറേ കടിച്ചു മാന്തി എന്തെല്ലാം ചെയ്തു. എന്നിട്ടെല്ലാം കഴിഞ്ഞ് ഒരു ലോഡ് കല്ലെറ്റ് ഞാനും അവനും കൂടി പോകുന്നു കേട്ടോ. അപ്പോൾ കോറിയിൽ പോണതിന് മുന്നേ നല്ല വൃത്തിയിൽ വെള്ളയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് കളറായിരുന്നു കേട്ടോ. ഡ്രസ്സൊന്നും ഒരു അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലേനു കേട്ടോ. കോറിയിലെത്തി കുറേ കഴിഞ്ഞ് മണ്ണ് മാന്തലും എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഇന്ത്യയെക്കാളും ചെളിയായിട്ട്, ഞാൻ എടുത്തതിനേക്കാളും പണിനേക്കാളും കൂടുതൽ ഓൻ്റെ മേത്ത് ചെളിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ എത്തി ഞങ്ങൾ ലോഡ് എടുത്ത് വന്ന് സൈറ്റിലെത്തി ഇറക്കാനുള്ള സൈറ്റെത്തിയിട്ടു. സൈറ്റിലെത്തിയപ്പോൾ ഞാൻ അവിടെ അലഞ്ഞ് നടത്തുക, ഒരു കുളത്തിൻ്റെ അടുത്ത് തന്നെ ഇറക്കുന്നത്. അവിടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലൊരു കോറിയുണ്ട്, അവിടെ പോയപ്പോൾ ഒരു പൊട്ടക്കല്ലൊരു ലോഡ് കിട്ടിയിട്ടോ. മുറിക്കല്ല് കിട്ടിയപ്പോൾ ആ കോറിയിൽ അവൻ നടന്ന് ആകെ അലഞ്ഞ് ചളി പിളി മേത്തൊക്കെ ആകെ വാരി തേച്ച്
പിന്നെ നോക്കുമ്പോൾ ആകെ കട്ടച്ചളിയായിട്ട് ആളെ മേത്ത് മുഴുവൻ ചളി വിളിയായി. ആ വെള്ള ഡ്രസ്സിൻ്റെ കോലൊന്നും പറയണ്ട. ആദ്യം കയ്യിൽ നിന്നുള്ള പതാക അവിടെ ഇടയ്ക്ക് എടുത്ത് വെച്ചു. പിന്നെ തലയിലിട്ടതൊക്കെ കഴിച്ചു വന്നു. കാണാത്ത കോലത്തിലായിട്ട് ആൾ ലാസ്റ്റ്. പിന്നെ നോക്കുമ്പോൾ അതപ്പോൾ വീട്ടിൽ രാത്രി മീൻ നന്നാക്കുന്ന സമയമായപ്പോഴും ഓൻ്റെ കോലം കണ്ട ഈ കോലമായി. ആ വെള്ളിയും വെള്ളിയിട്ട് രാവിലെ ഇറങ്ങിയ ആളാണ് ഇപ്പോൾ ഇത് കണ്ട ആരെങ്കിലും കോലത്തിലായി എന്നുള്ളത്. അങ്ങനെ മീനും നന്നാക്കണതിൻ്റെ ഇടയിൽ കൂടി അവിടെ മീനൊക്കെ പിടിച്ച് കണ്ട് ആളവിടെ സെറ്റായിക്കൊണ്ട് അവിടെ എല്ലാത്തിനും അതിന് എടുക്കട്ടെ മീൻ എടുക്കുക. അങ്ങനത്തെ ഒരു ആവേശം പൊതുവേ കൂടുതലാണല്ലോ ആദ്യം മുട്ടേന്. മീൻ നന്നാക്കുന്നിടത്ത് നിൽക്കുക, മീൻ പിടിക്കുന്നിടത്ത് പോയി നിൽക്കുക, എല്ലാം കൊണ്ടും ഭയങ്കര ആവേശവും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരാളാണ്. ചില നേരത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കച്ചറേനേനും പിന്നെന്താ കാട്ടത്ത്. ഇപ്പോൾ കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് മീൻ പിടിച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നിന്ന് തരുന്നത് ഇട്ടാൾ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. ആദ്യം മോന് രാവിലെ ഇറങ്ങിയ കളറും ഇപ്പോഴത്തെ കളറും കണ്ടാൽ തന്നെ തിരിച്ചറിയില്ല എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടലില്ല. സമയം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ്. പിന്നെ ജോലിന് ഇതാണ് ഇപ്പോൾ ആളവസ്ഥ. എന്താ വെച്ചാൽ ഇത്രയും ചളി വിളിയായി രാവിലെ പോയി ആളാണ് ആ വെള്ളിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.